പത്തനംതിട്ട ഓമല്ലൂരിൽ വീട് കയറിയ ആക്രമണം. CPM പ്രവർത്തകർ BJP-കാരന്റെ വീട് ആക്രമിച്ചെന്നാണ് ആരോപണം. പരിക്കേറ്റ 3 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി നന്ദുഷയുണ്ട്. നന്ദുഷ, എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം? എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഹരി, 2023 വർഷത്തെ ഓമല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പകവീട്ടലിലേക്കൊക്കെ പോയ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഏതായാലും ഓമല്ലൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർ 2023 റോഡുകളിൽ കൊടി കെട്ടിയിരുന്നു. ഈ കൊടി കെട്ടിയതിനെ RSS പ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിൽ പരസ്പരം തർക്കിച്ച് പിന്നീട് സംഘർഷത്തിലേക്കൊക്കെ പോയ ഇരു സംഘങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും വീടുകൾ കയറി ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. CPM പ്രവർത്തകർ RSS പ്രവർത്തകന്റെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു പ്രാഥമികമായ വിവരത്തിൽ നിന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും പോലീസ് നിലവിൽ ഓമല്ലൂർ ക്ഷേത്ര പരിസരത്തും അതോടൊപ്പം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പരിക്കേറ്റവർ. ഇവരുടെ രാഷ്ട്രീയം സംബന്ധിച്ച കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത വരാനുണ്ടെങ്കിൽ പോലും ഈ 2023 ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ക്രമസമാധാന നില ലംഘനം ഉണ്ടാകാതിരിക്കാനായി എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഹരി, നന്ദുഷ, അതോടൊപ്പം തന്നെ ഈ ആക്രമിച്ച പ്രവർത്തകർ ആരൊക്കെയാണെന്നുള്ളതിൽ എന്തെങ്കിലും വിവരം പോലീസിനുണ്ടോ? ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? പരിക്കേറ്റവർക്ക് കാര്യമായ ആക്രമണം ഏറ്റിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായതെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് 3ഓളം വ്യക്തികൾ. ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരാനുണ്ട്. അതാണ് പോലീസും അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. രാഷ്ട്രീയം സംബന്ധിച്ച കാര്യങ്ങളിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഇതിന്റെ തുടക്കം ഓമല്ലൂർ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷമാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഹരി, ശരി, നന്ദുഷയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.